ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. USS മാത്സിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചതടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 3⁴ പ്ലസ് 3⁴ പ്ലസ് 3⁴. ശ്രദ്ധിച്ചോ, നടുവിലെ ചിഹ്നം ഇൻഡു ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയായിരുന്നു. A⁻m × A⁻n എടുത്താൽ മതിയായിരുന്നു. ബട്ട് നടുവിൽ വന്ന സൈൻ ചിഹ്നം എന്ന് ആരാണ്? പ്ലസ് ആണ്. അത്തരം കേസുകളിൽ എന്താ ചെയ്യേണ്ടത്? ഒരേ നമ്പർ തന്നെ ആഡ് ചെയ്ത് പോവാണ് എന്നുണ്ടെങ്കിൽ അതിനെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാൻ അറിയോ? ശ്രദ്ധിച്ചോട്ടോ. നമ്പർ ഇൻറ്റു അത് എത്ര പ്രാവശ്യം ആഡ് ചെയ്തു എന്നതെനിക്ക് മാറ്റി എഴുതാം. നമ്പർ ഇൻറ്റു അത് എത്ര പ്രാവശ്യം ആഡ് ചെയ്തു എന്നുള്ളത്. അതെന്താ സാറേ അങ്ങനൊരു റിസൾട്ട് പറയാൻ കാരണം? ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, ഞാനിവിടെ ഒരു വാല്യൂ ഇതാണ് 2 + 2 + 2 + 2 + 2. ഓക്കെ എന്ന് ഞാൻ വാല്യൂ ചെയ്താണെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടി എത്ര കിട്ടുക? 2 2 4 6 8 10 അല്ലേ? 10 അല്ലേ കിട്ടുക? ഇതേ സ്ഥാനത്ത് എനിക്ക് എന്ത് ചെയ്യാം? മാറ്റി എഴുതാം. ഒരേ നമ്പർ തന്നെ ആഡ് ചെയ്ത് പോവല്ലേ? അപ്പോൾ ആഡ് ചെയ്ത് പോണത് ഒരേ നമ്പർ ആണെന്നുണ്ടെങ്കിൽ എനിക്കതിനെ എങ്ങനെ എഴുതാൻ അറിയോ? ഈ നമ്പർ എത്ര പ്രാവശ്യം എടുത്തു ഇൻറ്റു ആ നമ്പർ എന്നുള്ളത് നമുക്ക് ചെയ്യാം. എത്ര പ്രാവശ്യം എടുത്തു ഇൻറ്റു ആ നമ്പർ. അപ്പോൾ ഞാൻ നോക്കുകയാണ്, ഇതിൽ 2 എത്ര പ്രാവശ്യം ഉണ്ട്? 1 2 3 4 5. 5 പ്രാവശ്യം 2 ഉണ്ട്. 5 ഇൻറ്റു ഏതാ നമ്പർ? 2 ആണ് ആ നമ്പർ. സോ 5 × 2 = 10. ഈ രീതിക്ക് നടുവിൽ പ്ലസ് വരുമ്പോൾ എത്ര പ്രാവശ്യമാണോ ആഡ് ചെയ്തത് ഇൻറ്റു എന്താണോ ആഡ് ചെയ്തത് അത് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ഇവിടെ ചെയ്യണം. നോക്ക്, 3⁴ പ്ലസ് 3⁴ പ്ലസ് 3⁴. എത്ര പ്രാവശ്യം ആഡ് ചെയ്തത്? 3 പ്രാവശ്യം ആഡ് ചെയ്തത്. അപ്പം ഞാൻ ഇതാണ് എത്ര പ്രാവശ്യം? 3 ഇൻറ്റു ഏത് നമ്പറിനെ ആഡ് ചെയ്ത് പോയത്? 3⁴ ആഡ് ചെയ്ത് പോയത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 3 × 3⁴ ആയിരിക്കും. 3 × 3⁴ ആണ് എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇതിൻ്റെ മുകളിലെ നമ്പർ 1 ആയിരിക്കും. A⁻m × A⁻n ആണ് വരിക. സോ 1 + 4 = 3⁵ എന്ന് എനിക്ക് ആൻസർ ചെയ്താം. ചെയ്തത് ക്ലിയർ അല്ലേ? ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എത്ര പ്രാവശ്യം ഇൻറ്റു ആ നമ്പർ ചെയ്താൽ മതി. അപ്പോൾ എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. ഏത് നമ്പറിനെ? 3⁴ ആഡ് ചെയ്തു. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ മുൻ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. 5⁵ പ്ലസ് 5⁵ 5⁵ 5⁵ 5⁵. ഒരേ നമ്പർ തന്നെ ആഡ് ചെയ്ത് പോവല്ലേ? ഒരേ നമ്പർ തന്നെ കൂട്ടി പോവുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഞാൻ ഇയാളെ മാത്രം കൺസിഡർ ചെയ്താൽ ആദ്യം നോക്കുകയാണ് എത്ര പ്രാവശ്യം എടുത്തു അല്ലേ? എത്ര പ്രാവശ്യം ആഡ് ചെയ്തു? 1 2 3 4 5. 5 നമ്പറല്ലേ മൊത്തം ഉള്ളത്. അപ്പം ഞാൻ എടുക്കുകയാണ് 5 ഇൻറ്റു അല്ലേ? എത്ര പ്രാവശ്യം സംഖ്യ റിപ്പീറ്റ് ചെയ്തെന്ന് നോക്കിയാൽ മതി. 1 2 3 4 5. 5 ഇൻറ്റു ഏതാണ് ആ നമ്പർ എന്ന് എടുത്താൽ മതി. ഏത് നമ്പറാണ് വീണ്ടും ആഡ് ചെയ്യപ്പെട്ടു പോയത്? 5⁵. അപ്പം ഞാൻ ഇതാണ് 5 × 5⁵. ഇത് കഴിഞ്ഞോ? സംഖ്യ കഴിഞ്ഞോ? ഇല്ല, താഴെ ഒരു 5 കൂടിയുണ്ട്. /5 എന്ന് ഞാൻ എഴുതുന്നു. അപ്പോൾ എങ്ങനെയാണ് മുകളിൽ 5 × 5⁵ ആയത്? ഞാൻ പറഞ്ഞല്ലോ എത്ര പ്രാവശ്യം ആ സംഖ്യ റിപ്പീറ്റ് ചെയ്തു ഇൻറ്റു ഏതാണ് ആ സംഖ്യ? എത്ര പ്രാവശ്യം? 5. ഏതാണ് ആ സംഖ്യ? 5⁵. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് ഈ 5നെയും കട്ട് ചെയ്താൽ എൻ്റെ ആൻസർ ആരായിരിക്കും? ഇറ്റ് വിൽ ബി 5⁵. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള അടിപൊളിയായ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എവിടെയാണ് ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? അതിനാണ് നിങ്ങൾക്ക് മിഷൻ USS ബാച്ച് എന്ത് ചെയ്യുന്നത്? എജുപോർട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് വെറും 99 രൂപക്ക്. വെറും 99 രൂപക്ക്. ഓക്കെ, നമ്മൾ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുന്ന പൈസക്ക് USS തന്നെ നമുക്ക് സെറ്റാക്കാം. അവിടെ നമ്മൾ മാത്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ അവിടെ ലിങ്ക് ഉണ്ടാവും. നേരെ കയറി എന്ത് ചെയ്താൽ മതി? 99 രൂപ അടച്ചാൽ നിങ്ങൾക്ക് ആപ്പിലൂടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്തോളൂ? ജോയിൻ ചെയ്തോളാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കോ, വിച്ച് ഈസ് ഈക്വൽ ടു 2⁵ പ്ലസ് 2⁵ പ്ലസ് 2⁵ 5 അല്ല 50 കേട്ടോ. നമ്മൾ ഇപ്പോൾ ചെയ്ത പോലത്തെ ചോദ്യം 2⁵50 2⁵50 2⁵50 2⁵50. ഇതിന് ഈക്വൽ ആയത് ഇതിൽ ഏത് വിലയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറ്റി ചെയ്താണ്. ശ്രദ്ധിച്ചോ, നേരത്തെ പറഞ്ഞ പോലെ മാറ്റി ചെയ്തുമ്പോൾ എന്താ വരികടാ? നോക്കട്ടോ. എത്ര പ്രാവശ്യം? 1 2 3 4. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 4 പ്രാവശ്യം. അപ്പം ഞാൻ മാറ്റിയതാണ് 4 ഇൻറ്റു ഏത് സംഖ്യ റിപ്പീറ്റ് ചെയ്തത്? 2⁵50. 4 ഇൻറ്റു 2⁵50 നിർത്തി.
അപ്പോഴും പ്രശ്നമുണ്ട്. ഇനി എനിക്ക് ഇതിനെ ഡയറക്റ്റ്ലി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർ 4 2 കൂടി ഗുണിച്ചിട്ട് 8 എന്ന് എഴുതും. അത് എഴുതിയാൽ തെറ്റി. ബട്ട് എനിക്കറിയാം 4 എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ ആണ്. എനിക്ക് 4നെ എന്തായിട്ട് എഴുതാം? 2ന്റെ സ്ക്വയർ ആയിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ 4 ഈക്വൽ ടു 2ന്റെ സ്ക്വയർ ആണെങ്കിൽ ആ 4ന്റെ സ്ഥലത്ത് ഞാൻ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? 2ന്റെ സ്ക്വയർ. അപ്പം 2 സ്ക്വയർ 4ന്റെ പകരം ആരിട്ട് കൊടുത്തു? 2 സ്ക്വയർ ഇൻറ്റു 2⁵ 50. ഇപ്പം എന്തായി? a⁻m ഇൻറ്റു a⁻n. അങ്ങനെയാണെങ്കിൽ ഈ 2 വാല്യൂസും കൂടി കൂട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടും 2⁵52 എന്ന ആൻസർ കിട്ടും. നമുക്ക് ഓപ്ഷൻ ഉണ്ടോ? ദേ ഓപ്ഷൻ ബി കിടക്കുന്നു, 2⁵52. അപ്പം എന്ത് ചെയ്യുക? എത്ര പ്രാവശ്യം സംഖ്യ എടുത്തു ഇൻറ്റു ഏത് സംഖ്യയാണ് എടുത്തത് എന്ന് ചെയ്താൽ ആ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെയും നമ്മൾ എന്ത് ചെയ്യുന്നത്? സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിക്കോ. നമ്മളോട് പറയാണ് 15 സ്ക്വയർ മൈനസ് 14 സ്ക്വയർ പ്ലസ് 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ. ഇതിൻ്റെ ഒക്കെയും വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ട് ഓരോരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയം എടുക്കും. ഇതിന് നമുക്ക് എങ്ങനെ എളുപ്പമായിട്ട് ചെയ്യാം? ശ്രദ്ധിച്ചോ, അടുത്തടുത്തുള്ള 2 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ അടുത്തടുത്തുള്ള 2 എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിൻ്റെ ഡിഫറൻസ്, അടുത്തടുത്തുള്ള 2 എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ 2 സംഖ്യകളും കൂട്ടിയതായിരിക്കും. അടുത്തടുത്തുള്ള 2 എണ്ണൽ സംഖ്യകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ 2 സംഖ്യകളും കൂട്ടിയതായിരിക്കും. എക്സാമ്പിൾ നോക്കിക്കോ, ഞാനിവിടെ എടുക്കുകയാണ് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. നോക്കി നോക്കടാ, എത്ര? 2 സ്ക്വയർ 4, 1 സ്ക്വയർ എത്രയാ? 1. 4 മൈനസ് 1 പറഞ്ഞാൽ 3 അല്ലേ കിട്ടുക? 3 അല്ലേ? യെസ്, സിമ്പിളാണ്. പക്ഷേ ഈ 2 നമ്പറും കൂട്ടി നോക്ക്, 2 + 1 = 3. അഥവാ ഈ 2 സംഖ്യയും ഈ 2 സംഖ്യൻ്റെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് എത്രയാ? ഈ 2 സംഖ്യകളും കൂട്ടിയതാണ്. അപ്പോൾ സാർ ഇത് എല്ലായിടത്തും സാറ്റിസ്ഫൈ ചെയ്യോ? നോക്കിക്കോ, ഞാൻ വേറെ വാല്യൂ എടുക്കാം. 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 9. 2 സ്ക്വയർ എന്ന് എത്രയാ? 4. 9 മൈനസ് 4 = 5. അങ്ങനെയാണെങ്കിൽ 3യും 2യും കൂട്ടി നോക്ക്, 3 + 2 = 5. അപ്പം എനിക്ക് പറയാം, അടുത്തടുത്തുള്ള 2 സംഖ്യകളുടെ സ്ക്വയറുകൾ തമ്മിൽ കുറച്ചാൽ ആ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയതിൻ്റെ തുല്യമായിട്ടുള്ള വാല്യൂ ആയിരിക്കും കിട്ടുക. അങ്ങനെയാണെങ്കിൽ നോക്കടാ, 15 സ്ക്വയർ മൈനസ് 14 സ്ക്വയർ എന്ന് ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ 2 സംഖ്യയും കൂട്ടിയാൽ മതി. ദാറ്റ് ഈസ് 15 + 14, നടുവുള്ള ചിഹ്നം പ്ലസ്. പിന്നെന്താ വന്നത്? 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ അടുത്തടുത്തുള്ള 2 സംഖ്യകളുടെ സ്ക്വയർ കുറക്കണേ പകരം ഈ 2 സംഖ്യയെ കൂട്ടിയാൽ പോരെ? പ്ലസ് 13 + 12 എന്ന് എനിക്ക് കിട്ടും. 15ഉം 14ഉം 29, 13ഉം 12ഉം 25. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആൻസർ കിട്ടും 54. ഇത്തരത്തിലൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് മാത്രമേ നമ്മൾ എക്സാം ഹാളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സാറേ, ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ വെച്ചിട്ടൊരു എക്സാം എഴുതിയാലല്ലേ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സാം എഴുതാൻ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലൊരു അവസരം നിങ്ങൾക്ക് എജുപോർട്ട് നൽകാൻ വേണ്ടി പോവാണ്. ഒരു മോഡൽ എക്സാം, USSൻ്റെ അതേപോലെയുള്ള മോഡൽ എക്സാം നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എഴുതാം. സോ എജുപോർട്ട് പ്രസൻസ് USS മെഗാ മോഡൽ എക്സാം. നിങ്ങൾക്ക് വേണ്ടി USSൻ്റെ മെഗാ മോഡൽ എക്സാം നമ്മൾ അനൗൺസ് ചെയ്യാണ്. ഈ ഒരു എക്സാം നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എക്സാമിന് തൊട്ട് മുമ്പുള്ള ഏറ്റവും മികച്ച ഒരു മോഡൽ എക്സാം ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുക. അപ്പോൾ എന്നാ സാറേ എക്സാം നടക്കുന്നത്? 22 ഫെബ്രുവരി രാത്രി 7 മണിക്കായിരിക്കും. അഥവാ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ഞായറാഴ്ച ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ഈ ഒരു എക്സാം ആയിരിക്കണം. അപ്പോൾ ഈ എക്സാമിന് രജിസ്ട്രേഷൻ ഉണ്ടോ? പൈസ കൊടുക്കണോ? ഒന്നും കൊടുക്കണ്ട. പക്ഷേ നിങ്ങൾ ജയിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ വലിയ പ്രൈസുകളാണ്. എന്താ വലിയ വലിയ പ്രൈസ്? നിങ്ങളാണ് ഓൾ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്ന് എഴുതുന്ന കുട്ടികൾ ഏറ്റവും ടോപ്പർ ആവുന്നത് നിങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 10,000 രൂപയും സർട്ടിഫിക്കറ്റും ആയിരിക്കും. അഥവാ നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമിലൂടെ കിട്ടുന്നതിനേക്കാൾ വലിയ ഒരു തുക നിങ്ങൾക്ക് നേരത്തെ നേടാനുള്ള ഒരു സുവർണ അവസരമായിരിക്കും ഇത്. അപ്പോൾ സ്റ്റേറ്റ് ടോപ്പർ ആവാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരിക്കും. കേരളത്തിൽ ഒന്നാമതെത്തണമല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ കഴിഞ്ഞിട്ടില്ല. ഡിസ്ട്രിക്ട് ടോപ്പർ ആവുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 3,000 രൂപയും സർട്ടിഫിക്കറ്റാണ്. 14 ജില്ലയിലെയും ടോപ്പർമാർക്കും ഈ പറഞ്ഞ പ്രൈസും അവരിതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സും നമ്മൾ എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. മാത്രമല്ല, അപ്പോൾ സാറേ 1, 2, 3 ഒന്നും എത്തിയിട്ടില്ലെങ്കിലോ ഏറ്റവും ടോപ്പ് 10 സ്റ്റുഡൻസിന് ഏറ്റവും അടിപൊളിയായിട്ട് എഴുതിയ 10 ആളുകൾക്ക് നമ്മൾ ISROയിലേക്ക് നമ്മളുടെ വക ഒരു ട്രിപ്പാണ് എന്ത് ചെയ്യുന്നത്? സ്പോൺസർ ചെയ്യുന്നത്. ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അല്ലെങ്കിൽ
അങ്ങനെ വല്ലപ്പോഴും കിട്ടാത്ത അവസരമായിരിക്കും. കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. സോ എന്തായാലും എന്ത് ചെയ്യരുത്, ഈ ഒരു എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കരുത്. നിങ്ങൾ മാത്രം എഴുതിയാൽ പോരാ, എക്സാം എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം. അപ്പോൾ എക്സാം രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തോളാം. അപ്പോൾ എല്ലാ ആളുകളും നല്ല ഉഷാറായിട്ട് പഠിക്കുക. ആൻഡ് മോഡൽ എക്സാമിന് വേണ്ടി എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഇതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ എവിടെ ക്ലാസ് കാണണമെന്ന് അറിയാത്ത കുട്ടികൾ നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക.